കോഴിക്കോട്ടെ ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിത മുസ്തഫയ്ക്കെതിരെ പരാതി നൽകി സഹയാത്രിക. വീഡിയോയിലൂടെ തന്റെ മുഖം വെളിപ്പെടുത്തിയതിനാണ് പരാതി നൽകിയത്. വീഡിയോയിലൂടെ തന്റെ മുഖം വെളിപ്പെടുത്തിയതിനാണ് പരാതി നൽകിയത്. കേസിന്റെ ഭാഗമായി അന്വേഷണം വരികയാണെങ്കിൽ എല്ലാം തുറന്നു പറയാൻ തയ്യാറെന്നും യുവതി വ്യക്തമാക്കി. പാമ്പ് കടിച്ച് എന്നെ ഇടിവെട്ടി പഴഞ്ചൊല്ല് തിരിഞ്ഞുപോയി മുതലാളി, ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ പെൺകുട്ടി എന്താണ് സംഭവിക്കുന്നത് അറിയാൻ അന്തം വിട്ട് നിൽക്കുന്ന ബാക്കിലെ ഒരു പെൺകുട്ടിയുടെ മുഖം അതിൽ വളരെ വ്യക്തമാണ്. ഇന്നും കിട്ടിയില്ലേ? ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഈ കുട്ടി കാണിക്കുന്നത് എന്ന ഒരു മനോഭാവത്തിൽ ആ കുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടിയാണെന്ന് തോന്നുന്നു പരാതി കൊടുത്തത്. ആ വീഡിയോ കണ്ടവർക്ക് അറിയാം, തൊട്ട് പിന്നിൽ നിൽക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയാണെന്ന് തോന്നുന്നു പരാതി കൊടുത്തത്. തന്റെ മുഖം വെളിപ്പെടുത്തി, ആ വീഡിയോയിലൂടെ തന്നെ മുഖം വെളിപ്പെടുത്തി എന്നാണ് ആ പരാതിയിൽ പറയുന്നത്. ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാവരും വന്ന് ഇടക്കിടക്ക് കൊട്ടും. കേസിന്റെ ഭാഗം അന്വേഷണം വരാൻ ഉണ്ടെങ്കിൽ എല്ലാം തുറന്നു പറയാൻ തയ്യാറെന്ന് പറഞ്ഞു. അപ്പോ കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്തു കൊണ്ടെന്ന് വിചാരിച്ച മതി. കുട്ടിക്കും ചില കാര്യങ്ങളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എല്ലാം രക്ഷയില്ലല്ലോ മേറെ, സാക്ഷാൽ ശബരിമല ശാസ്താവ് പോലും കൈവിടുന്ന ലക്ഷണമാണ്. തുറന്നു പറയാൻ തയ്യാറാണ് എന്നുകൂടി യുവതി വ്യക്തമാക്കുന്നുണ്ട്. ഉറപ്പായും തുറന്നു പറച്ചിൽ ഈ കേസ് അന്വേഷണത്തിൽ ഏറെ നിർണായകമാകും. പ്രത്യേകിച്ച് ഈ പറയുന്ന ഷിംജിത എന്ന് പറയുന്ന ഭാഗമായ അന്വേഷണം വരികയാണെങ്കിൽ എല്ലാം തുറന്നു പറയാൻ തയ്യാർ എന്ന യുവതിയുടെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. അപ്പം ആ യുവതിയുടെ പരാതി കാമുണ്ടെങ്കിൽ അന്വേഷിക്കേണ്ടതുമാണ്. അപ്പൊ അടുത്ത കേസ് ഉണ്ടാക്കിയിട്ട് കാണാം.